KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവചനങ്ങൾ ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുകയും മറുഭാഗത്ത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് LDF സർക്കാരിന്റേതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. UDFന്റെ മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും സുധീരൻ. മണലെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കം. മൊഗ്രാൽ പുത്തൂർ കടവിലെ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ. നവോത്ഥാന സന്ദേശയാത്രയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സന്ദേശയാത്ര സംഘടിപ്പിച്ചത് നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ഭാഗമായി. മുന്നാട് പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സെപ്റ്റംബർ 24-ന് തൊഴിൽമേള. തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നത് നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ. പിണറായി സർക്കാരിന്റെ 100 ദിനം. കാഞ്ഞങ്ങാട്ട് ഫോട്ടോ പ്രദർശനം കാണാൻ നിരവധി പേർ. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അവഗണനയ്ക്കെതിരെ മൈനോറിറ്റി വെൽഫെയർ കമ്മിറ്റി മെമ്പർ C. മുഹമ്മദ് കുഞ്ഞി. ന്യൂനപക്ഷ പദ്ധതി ഫണ്ടുകൾ നിർത്തലാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും മുഹമ്മദ് കുഞ്ഞി. മംഗൽപാടിയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൂടുതൽ പേർ ഉൾപ്പെട്ടതായി വിവരം. വാർത്തകൾ വിശദമായി. UDFന്റെ മദ്യനയത്തിൽ വെള്ളം ചേർത്താൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുധീരൻ. നിലവിലെ മദ്യനയം സമൂഹത്തിന് ഗുണകരമാണെന്നും VM സുധീരൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. മദ്യലോബിയുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് LDF പുതിയ മദ്യനയത്തിന് ശ്രമിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് UDF നയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ആ നയത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി LDF സർക്കാർ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മദ്യ ലോബിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. LDFും മദ്യലോബിയും ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ശ്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നത്. നിലവിലെ മദ്യനയത്തെ അട്ടിമറിക്കാനാണ് ഇടതു സർക്കാർ ശ്രമിക്കുന്നത്. ഹിതപരിശോധന നടത്തിയ ശേഷം മദ്യനയത്തിൽ മാറ്റം വരുത്തട്ടെ എന്നും ഒരു ഭാഗത്ത് ശ്രീനാരായണ ഗുരുധർമ്മങ്ങൾ പ്രചരിപ്പിക്കുകയും മറുഭാഗത്ത് മദ്യ ഉപഭോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നയമാണ് LDF നടപ്പാക്കുന്നതെന്നും സുധീരൻ അഭിപ്രായപ്പെട്ടു. നിലവിലെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയാൽ ശക്തമായ പ്രക്ഷോഭവുമായി മുൻപോട്ടു പോകുമെന്നും സുധീരൻ പറഞ്ഞു. കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുധീരൻ. മണലെടുപ്പിനെ ചൊല്ലി മൊഗ്രാൽ പുത്തൂരിൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. നിലവിലുള്ള സൊസൈറ്റിയുടെ കീഴിലാണ് ഇവിടെ മണലെടുപ്പ് നടക്കുന്നത്. കടവിലെ മണലെടുപ്പിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം പ്രദേശവാസികൾ രംഗത്ത് വന്നതാണ് തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. മൊഗ്രാൽ പുത്തൂരിൽ പാലത്തിന് സമീപത്ത് വർഷങ്ങളായി സൊസൈറ്റി രൂപീകരിച്ചാണ് മണലെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഇതിൽ അപാകതകളുണ്ടെന്നും പരിഹാര നടപടികൾ കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടാണ് ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കടവിന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തി സഹകരണ സംഘം വിപുലീകരിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. ഞങ്ങൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മണൽ അനധികൃതമായിട്ട് പോകുന്നുള്ളത് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 ടൺ 5 ടൺ ആക്കുന്ന അതും ഇല്ലാതാകണം. അതിനുള്ളൊരു സംവിധാനം ഇവിടെ വരണം. അതുപോലെ ഈ സൊസൈറ്റി പിരിച്ചുവിട്ടിട്ട് ഈ നാട്ടുകാർക്ക് ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റി ഇവിടെ നിലവിൽ വരണം. അതാണ് ഞങ്ങൾ ആവശ്യം. അതേസമയം നിയമ നടപടികൾക്ക് വിധേയമായി മാത്രമേ മണലെടുപ്പ് നടത്തുന്നുള്ളൂവെന്നാണ് മറുഭാഗത്തിന്റെ വാദം. ആരോപണം എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കുള്ള ഒരു ആരോപണമല്ല, തെറ്റിദ്ധാരണ മൂലമുണ്ടായ ഒരു ആരോപണമാണ് ഞങ്ങൾ പറയുന്നത്. അതിനുള്ള സംവിധാനം പോലീസുകാർ ഇവിടെയുണ്ട്. ഇപ്പോൾ കൂടുതൽ മണൽ പോകുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. 3 ടണ്ണിൽ 5 ടണ്ണ് പോകുന്നുണ്ട്. അപ്പോൾ അതിന് അവർ പറയുന്നത് ഇവിടെ അതിനുള്ള സംവിധാനമില്ല. സംവിധാനം ഒരുക്കേണ്ട സൊസൈറ്റിയാണ്. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള തർക്കങ്ങളെ തുടർന്ന് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വിഷയത്തിൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്നാണ് ആവശ്യം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നവോത്ഥാന സന്ദേശ പദയാത്രയ്ക്ക് തുടക്കമായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരനാണ് ജാഥ ലീഡർ.
നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ കാസർഗോഡ് മല്ലികാർജ്ജുന ക്ഷേത്ര പരിസരത്തു നിന്നാണ് ജാഥ പ്രയാണം ആരംഭിച്ചത്. KPCC നിർവാഹക സമിതി മെമ്പർ P. ഗംഗാധരൻ നായർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരന് പതാക കൈമാറിയാണ് ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. ജാതിപരമായ ചിന്തയാണ് അധികം നടക്കുന്നത്. അത് അപകടമാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത് കോൺഗ്രസിന് ജാതിയില്ല, അതെല്ലാ ജാതി ഒരുപോലെയാണ്. അവിടെ ഈ ജാഥ വിജയിപ്പിക്കണം. നമ്മുടെ ജാഥ കാസർഗോഡ് കാഞ്ഞങ്ങാടേക്ക് എത്തുകയാണ്. കാഞ്ഞങ്ങാടേക്ക് നടത്തുന്ന ഈ ജാതിയുടെ ക്യാപ്റ്റൻ CK ശ്രീധരന് എല്ലാവിധ അഭിവാദ്യം നടന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ്. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പദയാത്ര കാഞ്ഞങ്ങാട്ട് സമാപിച്ചു. മല്ലികാർജ്ജുന ക്ഷേത്ര പരിസരത്ത് നടന്ന ജാഥയുടെ ഉദ്ഘാടന പരിപാടിയിൽ KPCC സെക്രട്ടറി K. നീലകണ്ഠൻ, A. ഗോവിന്ദൻ നായർ, കേശവ പ്രസാദ് നാണിത്തുലു, KP കുമാരൻ, ഗീതാകൃഷ്ണൻ, ഷാനവാസ് പാദൂർ, MC പ്രഭാകരൻ, PV സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലയിലും നവോത്ഥാന സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. ശ്രീമതി മേലത്ത് പത്മാവതി അമ്മയിൽ നിന്നും ഏറ്റുവാങ്ങിയ പതാകയുമേന്തി ഗീർണികനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ നയിക്കുന്ന ഈ ഗുരുദേവ സന്ദേശ നവോത്ഥാന പദയാത്ര നിരവധി കേന്ദ്രങ്ങളിലെ ഉജ്ജ്വലവും ഊഷ്മളവുമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മൂന്നാർ പീപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ സെപ്റ്റംബർ 24 ശനിയാഴ്ച തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ വിഭാഗവും ബിരുദധാരികൾക്കുമായി ജില്ലയിൽ ആദ്യമായാണ് ഇത്രയുമധികം കമ്പനികൾ ഉൾപ്പെടുത്തി തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്ന തൊഴിൽമേളയിൽ വിദേശ കമ്പനികൾ ഉൾപ്പെടെയുള്ളവയിൽ നിയമനം ലഭിക്കും. 200-ൽ പരം പദവികളിലേക്ക് 300ഓളം ഒഴിവുകളിലേക്കാണ് നിയമനം. MBA വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റ് ബിരുദാനന്തര കോഴ്സ് കഴിഞ്ഞവർക്കും എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, ITI യോഗ്യത നേടിയവർക്കും തൊഴിൽമേളയിൽ പങ്കെടുക്കാമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ അതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും. അന്ന് ഏകദേശം വൈകുന്നേരം വരെ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ടെസ്റ്റ് തുടങ്ങിയവ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഏകദേശം 300 ഒഴിവുകളാണ് നമ്മൾ ഈ വ്യത്യസ്ത IT അതുപോലെ നോൺ IT കമ്പനികൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് അവിടെ നിന്ന് സെലക്ഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നതിൻ്റെ യോഗ്യത ഒന്ന് MBA, അതുപോലെ തന്നെ MCA, PG, UG, ITI, ഡിപ്ലോമ മുതലായ കോഴ്സുകൾ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ആ ജോബ് ഫെയറിൽ പങ്കെടുക്കാവുന്നതാണ്. ജോബ് ഫെയറിൻ്റെ ഭാഗമായിട്ട് കോളേജിൻ്റെ ബസ് കാഞ്ഞങ്ങാട് നിന്നും അതുപോലെ തന്നെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസ്, SSG സോഫ്റ്റ്വെയർ, ഹിന്ദുജ ഗ്ലോബൽ, പെസ്റ്റ് കൺട്രോൾ ഇന്ത്യ, കൊടക് മഹീന്ദ്ര, ഹരാൻ നിസാൻ, IDBI എന്നീ പ്രമുഖ കമ്പനികൾ മേളയിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ EK രാജേഷ്, PV ശ്രീകാന്ത്, M രാജേഷ് കുമാർ, KV രാംദാസ്, K സജിത, S ശ്രീഷ്മ, K നിതീഷ് കുമാർ, V രമേശ് എന്നിവർ പങ്കെടുത്തു. പിണറായി സർക്കാരിന്റെ 100 ദിനത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ട് വികസന ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തായിരുന്നു ഫോട്ടോ പ്രദർശനം നടന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ 100ാം ദിനത്തോടനുബന്ധിച്ചാണ് ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പ്രദർശന പരിപാടി ഉദ്ഘാടനം ചെയ്തു. 100 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നടപ്പിലാക്കിയ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നടന്ന പ്രവർത്തനങ്ങളുടെ ഫോട്ടോകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കാസർഗോഡ് ജില്ലക്കകത്ത് നടന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഫോട്ടോകൾ പ്രദർശിപ്പിക്കുന്നത്. 100 ദിവസം ഒരു വളരെ ചെറിയ കാലയളവാണ്. എന്നാൽ ആ ചെറിയ കാലയളവിനുള്ളിലും ചിലതെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് ഗവൺമെന്റ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വൈസ് ചെയർപേഴ്സൺ L സുലൈഖ അധ്യക്ഷയായി. ഉണ്ണികൃഷ്ണൻ, മഹ്മൂദ് മുറിയനാവി, KV ഉഷ, K നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും സംസ്ഥാന മൈനോറിറ്റി വെൽഫെയർ കമ്മിറ്റി മെമ്പർ C മുഹമ്മദ് കുഞ്ഞി ആവശ്യപ്പെട്ടു. ഇതിൽ ന്യൂനപക്ഷങ്ങൾക്ക് കടുത്ത ആശങ്കയുണ്ടെന്നും മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു.
2011 മുതൽ 2013 വരെ സംസ്ഥാനത്തെ 137 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 30,21 ലക്ഷം രൂപ ഗ്രാന്റ് അനുവദിച്ചിരുന്നു. ഇത് മൊത്തം നിർമ്മാണ ചെലവിന്റെ പകുതി മാത്രമാണ്. ഇതുപ്രകാരം ഗ്രാന്റ് ലഭിച്ച സ്ഥാപനങ്ങൾ നിർമ്മാണം നടത്തുകയും ബാക്കി സംഖ്യ ലഭ്യമാക്കാൻ 2014 തന്നെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നുവെങ്കിലും ബാക്കി തുക ഇതേവരെയും ലഭ്യമായിട്ടില്ലെന്നും ന്യൂനപക്ഷ വെൽഫെയർ കമ്മിറ്റി മെമ്പർ സി മുഹമ്മദ് കുഞ്ഞി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു കാഴ്ചക്കാരനെ പോലെയാണ്, വളരെ നിസ്സംഗതയോടുകൂടിയാണ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റും നോക്കിക്കാണുന്നത്. ഇപ്പോൾ മുൻ UPS ഗവൺമെൻറ് 4000-ലധികം കോടി ഉറുപ്പികയാണ് UPA ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തിൽ മൈനോറിറ്റിക്ക് വേണ്ടി നീക്കി വെച്ചത്. പക്ഷേ NDA ഗവൺമെൻറ് വന്നപ്പോൾ അത് 600 കോടി ഉറുപ്പിക വർദ്ധിപ്പിച്ച് 4669 കോടി ഉറുപ്പിയാക്കി ഉയർത്തി. പക്ഷേ അത് പ്രഖ്യാപനത്തിലല്ലാതെ, ബഡ്ജറ്റിലില്ലാതെ അത് ഫണ്ട് ന്യൂനപക്ഷ മേഖലകളിൽ ഗവൺമെൻറ് ചെലവാക്കിയിട്ടില്ല. സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന പട്ടികജാതി വർഗ വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിലവിൽ ഗ്രാന്റും സ്കോളർഷിപ്പും ലഭിക്കുന്നില്ല. ഈ വിവേചനം അവസാനിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായും ഇടപെടണമെന്നും സംസ്ഥാനത്തെ ആയിരക്കണക്കിന് പട്ടികജാതി വർഗ വിദ്യാർത്ഥികൾ ഫീസ് നൽകാൻ കഴിയാതെ പഠനത്തിൽ നിന്നും പിന്മാറുന്ന സ്ഥിതിവിശേഷമാണുള്ളതെന്നും സി മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. മംഗൽപാടി പഞ്ചായത്തിലെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കൂടുതൽ പേർ കസ്റ്റഡിയിൽ ഉൾപ്പെട്ടതായി വിവരം. മംഗൽപാടി പഞ്ചായത്തിൽ അപേക്ഷകളോടൊപ്പം ലഭിച്ച വ്യാജ ജനന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് അന്വേഷണത്തിൽ മുൻ പഞ്ചായത്ത് മെമ്പറുടെ 2 കടകളും കഴിഞ്ഞ ദിവസം പോലീസ് പൂട്ടി സീൽ ചെയ്തിരുന്നു. അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരനെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടാതെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയ യുവതികളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. 3 കേസുകളിലായി 8 പേരെയാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. 12,000 രൂപ വാങ്ങിയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഹിദായത്ത് നഗറിലെ നൈനാസ് ബാനു, ഇക്ബാൽ, മരിയ ഷൈനി, ഫാത്തിമ സുഹറ, ഗൈറുനിസ, ഇബ്രാഹിം, ഫാത്തിമ, ഹസീന എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസുകളിൽ ഹാജരാക്കിയ 3 അപേക്ഷകളിൽ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുൻ പഞ്ചായത്ത് മെമ്പറടക്കമുള്ള ചിലരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനു മുമ്പും നിരവധി പേർക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി പവിത്രൻ നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തിരിക്കുന്നത്. ബന്ദിയോട്ടെ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ യോഗം സംഘടിപ്പിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ജനപ്രതിനിധികളുടെ യോഗം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ചെർക്കളം അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തേക്ക് എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് 5 വർഷം കഴിഞ്ഞവരെ പ്രയാസമില്ല, പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തും ചെയ്യാം എന്നുള്ള ധാരണ ആരുടെയും മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റായ സമീപനമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ജില്ലയിൽ നിന്ന് പഞ്ചായത്ത് തലം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ യോഗമാണ് നടന്നത്. PB അബ്ദുൾ റസാഖ് MLA, മുൻമന്ത്രി CT അഹമ്മദ് അലി, ഹമീദ് അലി ഷംനാട്, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, MC കമറുദ്ദീൻ, M അബ്ദുള്ള മുഗു, കല്ലട്ര മാഹിൻ ഹാജി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തുന്ന ദേശീയ ക്യാമ്പയിന്റെ പ്രചരണാർത്ഥമുള്ള ജില്ലാതല വാഹനജാഥയ്ക്ക് മഞ്ചേശ്വരത്ത് തുടക്കമായി. സെപ്റ്റംബർ 23-ന് വാഹനജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം തൃക്കരിപ്പൂരിൽ സമാപിക്കും. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചാരണ ജാഥ ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന ട്രഷറർ ഷെഫീഖ് കല്ലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പൗരന്മാരെ പശുവിന്റെ പേരിലും അല്ലാതെയും വർഗീയ ധ്രുവീകരണം നടത്തുകയും ദളിതരെയും മുസ്ലിങ്ങളെയും പല പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് ഷെഫീഖ് കല്ലായി പറഞ്ഞു. പോസ്റ്റർ പ്രചാരണം, ലഘുലേഖ വിതരണം, ഗൃഹസന്ദർശനം, ജാഗ്രതാ സദസ്സുകൾ, ടേബിൾ ടോക്കുകൾ, പൊതുയോഗങ്ങൾ, കേരള തിയേറ്റർ ഗ്രൂപ്പിന്റെ തെരുവു നാടകങ്ങൾ എന്നിവ ജാഥയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റാഫി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അനീസ് ഉദുമ, ഫറൂഖ് ആലമ്പാടി, മുസ്തഫ മച്ചമ്പാടി, ഷാക്കിർ ഉദുമ എന്നിവർ സംസാരിച്ചു. ഹൊസങ്കടി, സുങ്കതക്കട്ട, മിയാപദ്വ, ഉപ്പള എന്നിവിടങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ തെരുവു നാടകം അവതരിപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് 2-ാം വാർഡിലെ ജനനി കുടുംബശ്രീയുടെ പൊലിവ് ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു.
അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് ജനനി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇറക്കിയ പൊലിവ് ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. 2ാം വാർഡ് മെമ്പർ ബി ശാന്തകുമാരി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാമഗിരിയിലെ 40 സെന്റ് സ്ഥലത്താണ് ഇവർ പൊലിവ് പദ്ധതിയുടെ ഭാഗമായി ജൈവ പച്ചക്കറി കൃഷി ഇറക്കിയത്. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2ാം വാർഡ് രാമഗിരി ജനനി കുടുംബശ്രീയുടെ വിളവെടുപ്പാണ് ഇവിടെ നടന്നിരുന്നത്. വെള്ളരിക്ക, അതുപോലെ തന്നെ കക്കരിക്ക, വെണ്ടക്ക, നരമ്പൻ, പയർ, ചീര, കിഴങ്ങ, കുമ്പളം ഇതെല്ലാം കൃഷി ചെയ്ത് പൊലിവ് പച്ചക്കറി നല്ല രീതിയിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തിരുന്നു. ജനനി കുടുംബശ്രീ അംഗങ്ങളായ ഓമന, സുധ, നാരായണി, കുഞ്ഞമ്മാർ, ജാനകി, സുജാത തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. വെള്ളരി, കക്കിരി, വെണ്ട, പയർ, മത്തൻ, കുമ്പളം, ചീര, നരമ്പൻ തുടങ്ങിയ പച്ചക്കറികളാണ് പെൺകരുത്തിൽ വിളഞ്ഞത്. സഹപ്രവർത്തകന്റെ ഓർമ്മ പുതുക്കൽ ദിനത്തിൽ ക്ലബ് പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. മോനാച്ച വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരാണ് രക്തദാന പ്രവർത്തനവുമായി രംഗത്ത് വന്നത്. മോനാച്ച വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകനായിരുന്ന എം വി രാധാകൃഷ്ണന്റെ 3ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ക്ലബ് പ്രവർത്തകർ രക്തദാനത്തിന് നേതൃത്വമേകിയത്. ജില്ലാ ബ്ലഡ് ബാങ്കിലെത്തിയാണ് ക്ലബ് പ്രവർത്തകർ രക്തദാനം നടത്തിയത്. രക്തദാനത്തിന് ഗോകുലാനന്ദ്, പി ജയൻ, പ്രശാന്ത് മോനാച്ച, സജിത്ത് മോനാച്ച എന്നിവർ നേതൃത്വമേകി. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ക്ലബ്ബ് പരിസരത്ത് പുഷ്പാർച്ചനയും പായസദാനവും നടന്നു. ജില്ലയിൽ ലഹരിക്കടത്ത് തടയാൻ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 121 അബ്കാരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ലഹരിക്കടത്ത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കിയത്. ഇതിനു പുറമെ 7ഓളം കഞ്ചാവ് കേസുകളും നിരോധിത പാൻ മസാലകൾ കടത്തിയതിനും വിൽപ്പന നടത്തിയതിനുമായി 252ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വിവിധ റേഞ്ചുകളിലായി 598 ഇടങ്ങളിൽ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസുകൾ എടുത്തത്. ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് 91 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കാസർഗോഡ്, നീലേശ്വരം എന്നിവിടങ്ങളിലാണ് കൂടുതൽ കേസുകൾ. കുറവ് ബന്തെടുക്ക റേഞ്ചിലാണ്. എക്സൈസ് വകുപ്പിന്റെ ചരിത്രത്തിലാദ്യമായി ജില്ലയിൽ 100 കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഓണത്തോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദേശമദ്യം പിടികൂടിയതും ജില്ലയിലാണ്. ഇതിനൊക്കെ പുറമെ പോലീസ് എടുത്ത കേസുകൾ വേറെയുമുണ്ട്. എന്തൊക്കെയായാലും ഓണക്കാലത്ത് പിടിച്ചെടുത്ത മദ്യത്തിന്റെയും കഞ്ചാവുകളുടെയും കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. മാക്കരംകോട്ട് ഇല്ലത്തായിരുന്നു ഇവരുടെ ഓണാഘോഷം. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. മാക്കരംകോട്ടില്ലത്തായിരുന്നു ഇവർ ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിച്ചത്. വിവിധ വർണ്ണങ്ങളാലുള്ള പുഷ്പങ്ങൾ കൊണ്ടൊരുക്കിയ ഓണപ്പൂക്കളം ഏറെ ശ്രദ്ധേയമായി. റീജിയണൽ ചെയർപേഴ്സൺ ലക്ഷ്മണൻ കുമ്പള പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബി സത്യൻ അധ്യക്ഷനായി. ശശിധരൻ നായർ, മോഹനൻ കെ, പ്രഭാകരൻ, സുനിൽകുമാർ, ബാലകൃഷ്ണൻ, തങ്കരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കലാകായിക മത്സരങ്ങൾ ഏറെ ശ്രദ്ധേയമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവചനങ്ങൾ ഒരു ഭാഗത്ത് പ്രചരിപ്പിക്കുകയും മറുഭാഗത്ത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനമാണ് LDF സർക്കാരിന്റേതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. UDFന്റെ മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും സുധീരൻ. മണലെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കം. മൊഗ്രാൽ പുത്തൂർ കടവിലെ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ. നവോത്ഥാന സന്ദേശയാത്രയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സന്ദേശയാത്ര സംഘടിപ്പിച്ചത് നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ഭാഗമായി. മുന്നാട് പീപ്പിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സെപ്റ്റംബർ 24-ന് തൊഴിൽമേള. തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നത് നിരവധി അന്താരാഷ്ട്ര കമ്പനികൾ. പിണറായി സർക്കാരിന്റെ 100 ദിനം. കാഞ്ഞങ്ങാട്ട് ഫോട്ടോ പ്രദർശനം കാണാൻ നിരവധി പേർ. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അവഗണനയ്ക്കെതിരെ മൈനോറിറ്റി വെൽഫെയർ കമ്മിറ്റി മെമ്പർ C. മുഹമ്മദ് കുഞ്ഞി. ന്യൂനപക്ഷ പദ്ധതി ഫണ്ടുകൾ നിർത്തലാക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും മുഹമ്മദ് കുഞ്ഞി. മംഗൽപാടിയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കൂടുതൽ പേർ ഉൾപ്പെട്ടതായി വിവരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.